ആ നിങ്ങൾ എത്തിയോ മാമോളെ? വീട് ഒഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് പെട്ടി സാധനം ഒന്നും കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്ക. നിമ്മി, നിമ്മി മോളെ, എന്താ ഇത്? എന്ത് കരച്ചിലാ നീ കരയണേ? ഇനി എല്ലാരും ഇല്ലേ നമ്മള്? നിനക്കും നിന്റെ കുട്ടിക്കും ഭർത്താവിനും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഇത് നിന്റെയും കൂടി വീടല്ലേ മോളെ? നിന്റെ ആഭരണങ്ങളും വിറ്റോ? ഒക്കെ പോട്ടെ, നിനക്കും മോക്കും അത്യാവശ്യത്തിന് വേണ്ട ആഭരണങ്ങള് അമ്മയുടെ കയ്യിലുണ്ട്. വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയോ? എല്ലാം ചേർത്താ കൊടുത്തത്. ഇവിടെ കൊണ്ടുവന്ന എവിടെ ഇടുന്ന ആലോചിക്കായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടല്ല പറഞ്ഞത്. പിന്നെ ഞാൻ വാടകയ്ക്ക് ഒരു ചെറിയ വീട് ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ ആവശ്യം എന്താ? ഞാനിവിടെ പറഞ്ഞതല്ലേ, ഈ വീട്ടിൽ താമസിക്കുന്ന മോശമാണെന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ വേറൊന്നും വിചാരിക്കണ്ട, എനിക്കതാണ് ഇഷ്ടം. ബാലചന്ദ്ര, നീ വെറുതെ മിഥ്യാഭിമാനം വെച്ച് വളർത്തരുത്. ജീവിക്കാനൊരു മാർഗവും ഇല്ല, 10 പൈസ വരുമാനവും ഇല്ല. ഒരു വാടക എടുത്ത് നീ എങ്ങനെ താമസിക്കുന്നതായി പറയുന്നേ? ബാലേന്ദ്രൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കാറും ബംഗ്ലാവും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അന്ന് നീ ഒറ്റത്തടിയായിരുന്നു, ഇന്ന് അതുപോലല്ല. ഭാര്യയും കുട്ടിയുണ്ട്. നീ ജീവിച്ച പോലെ ജീവിച്ചവരല്ലവര്. ഇത് ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു സമ്മതത്തിന്റെ ആവശ്യമില്ല. മര്യാദയും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പേരിൽ വന്നു പറഞ്ഞു. സമ്മതമില്ലാണ്ട് നീ എന്റെ മോളെ വിളിച്ചോണ്ട് പോവോ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത്? എന്റെ ഭാര്യയാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോയിരിക്കും. ഭാര്യയൊക്കെ ശരി തന്നെ, പക്ഷെ അവളെ നിനക്ക് കെട്ടിച്ചെന്ന് കണ്ട ചേരിയിലും വാടകപ്പരലൊന്നും കൊണ്ട് താമസിപ്പിക്കാനല്ല. അന്തസ്സുള്ള ഇടത്തേക്ക് വിളിച്ചോണ്ട് പോകും. വിടാം. എന്താ അച്ഛാ പ്രശ്നം? അല്ല, അവൻ പറഞ്ഞു കേട്ടില്ലേ, കെട്ടിച്ചെന്ന് അവളെ നടതള്ളിയവളൊന്നുമല്ല. ചോദിക്കാനും അന്വേഷിക്കാനും അധികാരം എനിക്കുണ്ട്. അവക്കൊരു കഷ്ടസ്ഥിതി വന്നാൽ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ബാലേന്ദ്രൻ വെറുതെ വാശിയും വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിനക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കോ. അവളെ കൊണ്ടുവന്നേരിക്കണ്ട. വേണ്ട അച്ഛാ, വെറുതെ പറഞ്ഞു വഴക്കാവണ്ട. വഴക്കൊന്നും അല്ല, കാര്യ പറയണേ. നിമ്മെ ഞങ്ങൾ വിടില്ല. അച്ഛാ, ബാലചന്ദ്രന് കാശേ പോയിട്ടുള്ളൂ, അഭിമാനം വിട്ടിട്ടില്ല. എന്റെ പെണ്ണെ കുഞ്ഞിനെ പോറ്റാൻ എനിക്കറിയാം. എന്താ ബാലേട്ടാ? എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിമ്മയെ മോളെ നമ്മൾ വിടുന്നില്ല. മാറി താമസിക്കണേ, അവൻ ഒറ്റയ്ക്ക് താമസിക്കട്ടെ. അവളെയും കുഞ്ഞിനെയും കാണണം തോന്നുന്നു, വരാം, കാണാം. അവരെ സംരക്ഷിക്കാനുള്ള നിലയാകുമ്പോ കൊണ്ടുപോയിക്കോട്ടെ. എന്റെ മോളെ ഇങ്ങോട്ട് തരാം. നിമ്മി, അപ്പോ നിങ്ങളെ അകറ്റാൻ വേണ്ടിയല്ല അച്ഛൻ പറയണത്. നീ മോള് നരയിക്കും. ആ കുട്ടിയുടെ ഭാവയെങ്കിലും ആലോചിക്കണം. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. വേണ്ടച്ചാ, ബാലേട്ടൻ എവിടെയാണോ അവിടെയാണ് ഞാൻ. ഈ മോളെ കുറിച്ച് അച്ഛനൊന്നും ആലോചിക്കണ്ട, മറന്നേക്ക്. വരുന്നില്ല, വരണ്ട. അവൾ പോയിക്കോട്ടെ. കഴുത്തിൽ താലി കെട്ടിയും വിളിച്ച ഏത് പെണ്ണിനാ കൂടെ പോകാതിരിക്കാൻ കഴിയാ?